ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെയും റിച്ചൂസിൻ്റെയും ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ ഒരു ദിവസം അല്ലെങ്കിൽ റിച്ചൂസിൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാം അല്ലേ. ഇതേ റിച്ചൂസ് നല്ല ഉറക്കാണ് കേട്ടോ. അവളെ വിളിക്കാം അല്ലേ നമുക്ക്. റിച്ചൂസേ, റിച്ചൂസേ എണീക്ക. അംഗനവാടി പോണ്ടേ, അംഗനവാടി പോണ്ടേ. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് റിച്ചു. ഗുഡ് മോർണിംഗ് റിച്ചു. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് ഗുഡ് മോർണിംഗ്. അംഗനവാടി പോകുന്നില്ലേ? അംഗനവാടി പോണ്ടേ? പോണ്ടേ? പോണം. എന്താ അംഗനവാടി പോവില്ല? എന്താ പോവാതെ? എന്താ പോവാത്തെ? അവിടെ കളിക്കാൻ ഒരുപാട് ആളുണ്ടാവും. കുറേ ഫ്രണ്ട്സ് എല്ലാം ഇല്ലേ അവിടെ? ഇല്ലേ? പോണ്ടേ? വാ മതി. എണീക്ക്, എണീക്ക്. അപ്പൊ റിച്ചൂസ് എണീച്ചല്ലോ. റിച്ചൂസ് ഇന്ന് അംഗനവാടി പോന്നില്ലേ? എന്തേ അംഗനവാടിയിൽ എന്താ പോവാത്തെ? പറ. ഒരു ഉമ്മ തരുമോ? ഒരു കട്ടി ഉമ്മ തരുമോ? ഗുഡ് മോർണിംഗ് വന്നു. ഗുഡ് മോർണിംഗ്. ഇനി നമ്മ എണീക്കട്ടല്ലേ? എണീച്ച് പല്ലെല്ലാം തേക്കണ്ടേ? അംഗൻവാടി പോണം, പാട്ടെല്ലാം പഠിക്കണം അല്ലേ? പഠിക്കണ്ടേ? അപ്പൊ നമ്മ എണീച്ച് പല്ലേക്കട്ടെ. റിച്ചൂസ് എഴുന്നേറ്റല്ലേ? അയ്യോ, ഒക്കെ ശരിയായില്ല അല്ലേ? അല്ലെങ്കിൽ 9 മണി വരെ കിടന്നുറങ്ങും. അംഗൻവാടി പോണ്ടോണ്ട് വേഗം വിളിച്ചല്ലമ്മ. അയ്യോ, അതൊക്കെ ശരിയായില്ല. റിച്ചൂസേ ഇവിടെ നോക്കി. റിച്ചൂസേ, റിച്ചൂസിന് ഉറക്കം ശരിയായിട്ടേ ഇല്ല. ഇനി പല്ലൊക്കെ തേച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വേണം ഹാപ്പി ആവാനല്ലേ. അപ്പോൾ റിച്ചൂസ് ഇതേ രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്യുന്നുണ്ട്. അംഗൻവാടി പോവാന്നൊക്കെ വിചാരിച്ച് നിന്നതായിരുന്നു. പെട്ടെന്ന് പ്ലാനൊക്കെ ചേഞ്ചായി. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എന്നൊക്കെ നമുക്ക് പതിയെ കാണാം അല്ലേ. അമ്മ തേച്ചേട്ടാ വേഗം നല്ല വൃത്തിത്തേക്ക്, സ്പീഡത്തേക്ക്. ഉള്ളിൽ വായിൻ്റെ ഉള്ളിലെല്ലാം കഴുകി, ഉള്ളിലെല്ലാം തേക്ക്, ഇങ്ങോട്ടെല്ലാം വേഗം. റിച്ചൂസേ പാല് കുടിക്കാ? അയ്യോ, പാല് കുടിച്ചിട്ടില്ലെങ്കിൽ മുടി വളരൂല. മുടി വളരണ്ടേ? ലേശം പാല് കുടിക്കണത് കുറച്ച്. അവരെല്ലാം പറയും റിച്ചുന്റെ ഫ്രണ്ട്സ് എല്ലാം പറയും ഈ കുഞ്ഞൊന്നും തിന്നാതെ കുഞ്ഞാന്ന് ചോദിക്കും. ഞാൻ പാല് കുടിക്കലുണ്ട് പറഞ്ഞ പറ. റിച്ചൂസ് ഒന്നും കഴിക്കില്ല രാവിലെ എഴുന്നേറ്റ്. ഇപ്പൊ അംഗൻവാടി പോകുമ്പോ എന്തെങ്കിലും കഴിക്കാണ്ട് പോകാൻ കഴിയില്ലല്ലോ അല്ലേ. പാല് കുടിക്കണം. ലേശം കുടിക്കല്, കുറച്ച് കുടിച്ചാൽ മതി. ചായ വേണ്ട? പാല് കുടിക്കൂല? കുറച്ച് കുടിച്ചാൽ മതി, കുറച്ച്. പോയി ഒന്നും കഴിക്കില്ല. ഇതാണ് അവസ്ഥ. പാല് കുടിക്കേ. അല്ലെങ്കിൽ അമ്മ ചോദിക്കും. അമ്മ ചോടി പാല് കുടിച്ചില്ലെങ്കിൽ അമ്മ ചോദിക്കും. അമ്മ മിണ്ടണ്ടേ? ഫ്രണ്ട്സ് ആവണ്ടേ നമുക്ക്? ആവണോ? അമ്മ കുടിക്കുന്ന കാണിച്ചു കൊടുക്കുക. എന്നാലും അമ്മ ചോദിക്കും. അമ്മ ചോടി, അമ്മ ചോടി, ചോടി ചോടി കുടി. അമ്മ ചോദിച്ചാൽ മിണ്ടൂല.
നല്ല രസമുണ്ട് പാല്. ഇവിടെ അമ്മ ചുടിക്കും, അമ്മ ചുടിക്കും. അമ്മ ചുടിച്ചിട്ട് അങ്ങ് പോലെ അവിടത്തേക്ക് പോലെ അങ്ങ് അവിടത്തേക്ക് പോട്ടെ. ഇതാ നോക്കി അവരെല്ലാം നിന്നെ കളിയാക്കും കുടിച്ചിട്ടില്ലെങ്കിൽ. ഈ പാല് കുടിക്കുന്നതിന് എന്തിനാ കരയുന്നേ? അപ്പൊ നമ്മ പാല് കുടിക്കട്ടെ എങ്ങനെങ്കിലും. അപ്പോൾ ഞാനും റിച്ചൂസും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വേഗം എൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഓട്ടോ ആക്കിയിട്ട് എൻ്റെ വീട്ടിലേക്ക് വേഗം വന്നു. അപ്പോൾ എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു. എനിക്കും അമ്മയ്ക്കും സിസ്റ്ററിനും എല്ലാവർക്കും ഒന്ന് പുറത്തൊക്കെ പോയിട്ട് ആവശ്യമുണ്ട്. ടൗൺ വരെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് രാവിലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ അതാ വീട്ടിലെത്തിയിട്ട് മുടിയൊക്കെ വാർന്ന് മെടഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മളിങ്ങനെ ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ. അങ്ങനെ റെഡി ആയിട്ട് നമ്മൾ വേഗം തന്നെ ടൗണിലേക്ക് പോയിട്ട് കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ടൗണിൽ പോയി സാധനങ്ങളൊക്കെ കുറച്ച് പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു ഹോട്ടലിൽ കയറി ടൗൺ ഫോമിൽ അപ്പോൾ ബിരിയാണിക്ക് ഓർഡർ എടുത്തിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മളിത് ടൗണിലേക്ക് കൂടി ഇങ്ങനെ പോവുകയാണ്. ഇതാണ് പയ്യന്നൂർ ടൗൺ കേട്ടോ. അപ്പോൾ പയ്യന്നൂർ ടൗണിലൂടെ നമ്മളിങ്ങനെ നടന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ചെറിയൊരു ജ്വല്ലറി ഷോപ്പിങ്ങും കൂടി ഉണ്ട്. അമ്മയുടെ കാതിൽ പൊട്ടിയായിരുന്നു. അപ്പോൾ ഒന്ന് പുതിയത് വാങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജ്വല്ലറിയിലേക്ക് നെക്സ്റ്റ് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തീർക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു ഇന്ന് രാവിലെ തന്നെ ടൗണിലേക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മളിതാ പോകുന്നത് പുതുമന ജ്വല്ലറിയിലാണ്. നമ്മുടെ ഇഷ്ടപ്പെട്ട ജ്വല്ലറിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ കമ്മൽ നോക്കിയാണ് സെലക്ട് ചെയ്യാണ്. ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വെറൈറ്റി കളക്ഷൻ ഉണ്ടായിരുന്നു. പുതുമന ജ്വല്ലറി കാണാൻ കുഞ്ഞു ജ്വല്ലറി ആണെങ്കിലും അകത്ത് കയറിയാൽ വെറൈറ്റി നമുക്ക് ഇഷ്ടപ്പെടുന്ന വെറൈറ്റി കമ്മൽ കളക്ഷനും ഉണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ സർവീസ് പറയേണ്ടതാണ് കേട്ടോ. ഭയങ്കരമായിട്ട് നമ്മൾ വീണ്ടും പോകാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ പ്രേരിപ്പിക്കും. കാരണം ഞാൻ ഈ ഒരു ജ്വല്ലറിയിൽ തന്നെയാണ് മിക്കപ്പോഴും വരാറ് കേട്ടോ. കാരണം അവിടുത്തെ സർവീസാണ് ഭയങ്കര ഒരു നമ്മളെ അത്രത്തോളം കെയർ ചെയ്യുമെന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെയാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ അറിയാണ്ട് അങ്ങോട്ട് പോകും. അപ്പോൾ ഈ ഒരു കമ്മലാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്കത് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. മാലയുടെയും കമ്മലിൻ്റെയും വളകളുടേതാണെങ്കിലും ചെയിൻ്റെതാണെങ്കിലും റിങ്സ് ആണെങ്കിലും ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഉണ്ട്. നമ്മൾ കാണുമ്പം ചെറുതെന്ന് തോന്നും. അപ്പോൾ അവിടുത്തെ ഒരു മുതലാളിയാണെന്നാണ് തോന്നുന്നത്. കാരണം ഞാൻ ചോദിച്ചിട്ടാ എങ്ങനെയാണെന്ന്. അപ്പോൾ നല്ലൊരു നമ്മളെ അത്രത്തോളം യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ വീഡിയോ എടുത്തോളൂ, നമ്മുടെ ഷോപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾ പറഞ്ഞോളൂ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നുന്നില്ലേ. കാരണം അവർ അത്രത്തോളം നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. അപ്പോൾ അവർ വീഡിയോ ഒക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു സർവീസാണ്. ആരെങ്കിലും നിങ്ങൾക്ക് ജ്വല്ലറി ഷോപ്പിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. പുതുമന ജ്വല്ലറി പയ്യന്നൂർ ടൗണിൻ്റെ അടുത്ത് തന്നെയാണ്. നല്ലൊരു സർവീസാണ്. വെറൈറ്റി കളക്ഷൻ ഉണ്ട്. ഇഷ്ടപ്പെട്ട ഡിസൈനും മോഡലും ഒക്കെ ഉണ്ട്. നിങ്ങളെല്ലാവരും അവിടെ തന്നെ പോയി പർച്ചേസ് ചെയ്യുക കേട്ടോ. അതുപോലെ റിച്ചൂസ് അവിടെ നിന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. നന്നായിട്ട് എൻജോയ് ചെയ്തു ആ പ്ലേസ്. അവിടുത്തെ സർവീസും അതുപോലെ തന്നെയായിരുന്നു. നല്ലൊരു സർവീസായിരുന്നു. അപ്പോൾ ഇതാണ് പുതുമന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പയ്യന്നൂർ ടൗണിൻ്റെ തൊട്ടടുത്താണ്. പോകുന്നവരൊക്കെ അവിടെ പോയിട്ട് വാങ്ങുക, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പോയത് റിച്ചൂസിന് ഹെയർ ബാൻഡും മാലയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഫാൻസിലായിരുന്നു. അവിടെ നല്ലൊരു ഹെയർ ബാൻഡ് കണ്ടു, റെഡ് കളറായിട്ട് ബട്ടർഫ്ലൈയുടെ. അത് നമ്മൾ എടുത്തോട്ടെ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ വീണ്ടും അവിടുന്ന് ഓട്ടോ ആക്കിയിട്ട് നമ്മൾ വീണ്ടും പോവുകയാണ്. വീണ്ടും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ റിച്ചസിന് ഹെയർ ബാൻഡ് ഉണ്ടല്ലേ, നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല കേട്ടോ, റിച്ചസിനും ഭയങ്കരമായിട്ട് ഈ ഹെയർ ബാൻഡ് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടമ്മേ, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ബേക്കറിയിൽ കൂടി കയറി. അപ്പോൾ നമ്മൾ ചോക്കോബാറും റിച്ചൂസിന് ഒരു ബോൾ ഐസ്ക്രീമൊക്കെ വാങ്ങി. അപ്പോൾ ചോക്കോബാറൊക്കെ കഴിച്ച് ആ ഒരു ചൂട് സമയത്ത് ഈ ഒരു ചോക്കോബാർ കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കൂളായതുപോലെ ഫീൽ ചെയ്തു. അപ്പോൾ റിച്ചൂസ് ഉണ്ടല്ലേ, റിച്ചൂസ് ആണെങ്കിൽ നല്ല പോലെ കഴിക്കുകയാണ് കേട്ടോ. സത്യം പറയാമല്ലോ, വീട്ടിൽ നിന്ന് റിച്ചൂസ് ഐസ്ക്രീം കൊടുത്താലും എന്ത് ഫുഡ്
കഴിക്കാൻ കൊടുത്താലും അവൾ കഴിക്കില്ല. പക്ഷെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ, പുറത്ത് പോയാലും അവൾ കഴിക്കും. എന്താ ഇതിൻ്റെ ടെക്നിക്ക് എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ കുട്ടികളും ഇങ്ങനെയാണോ? ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം കേട്ടോ. എനിക്കൊരു ടെൻഷൻ പോവില്ലേ, എൻ്റെ കുട്ടി മാത്രമാണോ വീട്ടിൽ നിന്ന് കഴിക്കാതെ, അല്ലെങ്കിൽ പുറത്ത് പോയാൽ അവർക്ക് ഭയങ്കരമായിട്ട് എല്ലാം വേണമെന്നുണ്ടാവും, കഴിക്കാനും എല്ലാം ഇഷ്ടമുണ്ടെന്ന് പറയും. അപ്പോൾ ഇതാ വീട്ടിലെത്തി, നല്ലപോലെ ടയേർഡായി, രാവിലെ പോയതാണ്. അപ്പോൾ ടൗണൊക്കെ കയറി യാത്ര ചെയ്ത് മതിച്ച് വരുന്ന ഫീലായിരുന്നു. അപ്പോൾ വീട്ടിലെത്തിയിട്ട് റിച്ചൂസിന് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അംഗനവാടിയിൽ പോകാൻ തുടങ്ങി പിന്നെ റിച്ചൂസ് തനിയെ വാരി കഴിക്കാൻ പഠിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. കാരണം എൻ്റെ മോൾ എന്താ ഇങ്ങനെ ഒന്നും കഴിക്കാതെ, വാരി കഴിക്കാനും അവൾ അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല എന്നുള്ള ഒരു ടെൻഷനൊക്കെ മാറി കിട്ടിയിട്ടോ. അംഗനവാടിയിൽ കുട്ടികളൊക്കെ കഴിക്കുന്നത് കണ്ടിട്ട് അവർക്കും കഴിക്കണം എന്നുള്ള ആ ഒരു തോന്നൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ തനിയെ വാരിയിട്ട് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ട. ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അംഗനവാടിയിലൊക്കെ പോകാൻ തുടങ്ങിയാൽ അവരുടെ ക്യാരക്ടർ ചേഞ്ച് ആവും. അപ്പോൾ ഇതാ റിച്ചൂസ് ഫുഡൊക്കെ കഴിച്ചു. എനിക്കാണെങ്കിൽ നല്ലപോലെ ടയേർഡായിട്ടുണ്ട്. എനിക്ക് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണമായിട്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തിട്ട് എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ നമ്മുടെ പൈനാപ്പിൾ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രുചിയുള്ള മധുരമുള്ള പൈനാപ്പിളായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കാറ്റൊക്കെ കണ്ട് പുറത്ത് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കുറേ സമയം. അപ്പോൾ ഇത് നമ്മളെ വീട്ടിലെ താറാവാണ് കേട്ടോ, ടുട്ടു മിട്ടു. ബ്ലാക്ക് കളറുള്ളത് ടുട്ടു, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഉള്ളത് മിട്ടു. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ കുഞ്ഞാവുമ്പോൾ തന്നെ ഇതിനെ വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വലിയതായി. അപ്പോൾ ഇത് വേറൊന്നും കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് മുത്തുമണി. മുത്തുമണീനെ നമ്മൾ കൊണ്ടുവന്നത് വേറൊരു വീട്ടിൽ നിന്നാണ് കേട്ടോ. ആ വീട്ടിൽ നിന്ന് നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിയതാണ്, വലുതായപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. അത് മുത്തുമണി, അത് നമ്മളിട്ട പേരല്ല കേട്ടോ. മുത്തുമണി എന്നുള്ളത് അവരുടെ വീട്ടുകാർ തന്നെ അവരെ വളർത്തിയ, കുഞ്ഞപ്പം വളർത്തിയ നെയിം തന്നെയാണ് മുത്തുമണിന്ന്. അപ്പോൾ 3 താറാവുണ്ട്, ഒന്ന് ടുട്ടു, ഒന്ന് മിട്ടു, ഒന്ന് മുത്തുമണി. അപ്പോൾ 3 ആളും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ടാണ് അവർ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നല്ലേ. അപ്പോൾ ഇത് അച്ഛൻ എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറിച്ച് വെച്ചിട്ടുള്ള കപ്പയാണ് കേട്ടോ. കപ്പ കൊള്ളി എന്നൊക്കെ പറയും. അതുപോലെ തന്നെ കുറച്ച് വഴുതനങ്ങയും വെണ്ടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. പച്ചക്കറിയൊക്കെ അച്ഛൻ നട്ട് വളർത്തിയതൊക്കെ ഇപ്പം ആ ഒരു സീസൺ കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് ആ ഒരു പച്ചക്കറി തോട്ടം, നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമല്ലേ. അപ്പോൾ പച്ചക്കറി തോട്ടത്തിൽ ഇപ്പം കപ്പയാണ് മെയിൻ ആയിട്ടുള്ളത്, കണ്ടില്ലേ കപ്പ. ഇതാണ് കപ്പ, നിറച്ചും കപ്പയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നാണ് അച്ഛൻ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറിച്ചു വെച്ചിട്ടുള്ളത്. കപ്പ, വാഴ, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇത് വീട്ടിലത്തെ ചെമ്പരത്തിയാണ് കേട്ടോ, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. റോസ് ചെമ്പരത്തി. അതുപോലെ തന്നെ ഇത് ഓറഞ്ച് കളറുള്ള ഒരു ചിക്കയാണ്, കട്ടി ഓറഞ്ച് പോലെയുള്ള ഒരു കളറ്. ഇത് റെഡ് കളർ ചിക്കയാണ് കേട്ടോ. റെഡ് കളറ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളർ ചിക്കയാണ്. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, കോഴിവാലൻ ചെടിയെന്ന് നമ്മൾ പറയില്ലേ. ഇതിന് വേറെ ഏതെങ്കിലും നെയിം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് റെഡ് കളറ് ചെമ്പരത്തി. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ, ചെടികളൊക്കെ വീഡിയോ ചെയ്യാം. അപ്പോൾ വൈകുന്നേരമായി ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ നല്ല ചൂടുള്ള ചായയും കിണ്ണത്തപ്പം നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ കിണ്ണത്തപ്പമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഏകദേശം ഡേ ഇൻ മൈ ലൈഫ് അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഒരു 6 മണി 6:15 ആകുമ്പോൾ ഇറങ്ങിട്ടോ. അപ്പോൾ ഇതാ പോകുന്ന വഴി ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടോളൂ. ഇങ്ങനെയാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞാലൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നറിയാം. ജസ്റ്റ് ഒന്ന് പോകുന്ന റൂട്ട് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പോകുന്ന വഴിയരികിൽ തന്നെ ഇതാ വിശാലമായ പാടമുണ്ട്, നല്ല മനോഹരമായ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള പാടാണ്. അപ്പോൾ ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് അപൂർവമാണല്ലേ. കാരണം ഇന്ന് പാടങ്ങളൊക്കെ നികത്തി മണ്ണിട്ട് കെട്ടിടങ്ങളും ബിൽഡിങ്ങൊക്കെ പണിയുകയാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള പച്ചപ്പൊക്കെ ഇനി അപൂർവം കാഴ്ചകളാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിച്ചതാണ് നമ്മൾ വീടിൻ്റെ പോകുന്ന വഴിയുടെ അറ്റത്തുള്ള ഒരു കാഴ്ച. അപ്പോൾ ഇതാ നമ്മുടെ വീടെത്തി. അപ്പോൾ ഇതാ ഞാൻ ദൂരെ നിന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അതാണ് വീട്. അപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഏട്ടനും അച്ഛനും അമ്മയും വെയിറ്റ് ചെയ്തൊക്കെയാണ് റിച്ചൂസ് പോകുന്നത് നോക്കി. കാരണം അവർ തനിയെ മാത്രമേ ഉള്ളൂ. അപ്പോൾ റിച്ചൂസ് പോയാൽ മാത്രമേ അവിടെ ഒരു സൗണ്ടും ബഹളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഏകദേശം അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് കാര്യമായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു കുഞ്ഞ് ഡേ ആയിരുന്നു പങ്കുവച്ചത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയറും ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകാം. ഹാപ്പി ആയിട്ട് എല്ലാം ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാം. നമ്മളെല്ലാവരും ഒരു ഫ്രണ്ട്സ് അല്ലല്ലേ, അപ്പോൾ ഫ്രണ്ട്സുകളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാമെന്ന പ്രതീക്ഷയോടെ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് കണ്ടുമുട്ടാമെന്നുള്ള വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഡേ കംപ്ലീറ്റ് ആയി. ഇനി ജസ്റ്റ് ഒന്ന് കുളിക്കണം, സുഖമായിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ, ടാറ്റ, ബൈ, സീ യു, ലവ് യു ഓൾ.